കാന്ത എന്ന് പറയുന്ന പടം കണ്ടു. ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ വൺ ടൈം വാച്ചബിൾ മൂവി. ഈ ഒരു പടത്തിൻ്റെ കോർ എന്ന് പറയുന്നത് രണ്ടാൾക്കാർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷാണ്. ഒരു ആക്ടറുണ്ട്, ഒരു ഡയറക്ടറുണ്ട്. അവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷാണ് പടം പറയുന്നത്. പടത്തിൻ്റെ അകത്ത് ഈ ഒരു തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ വേൾഡ് ബിൽഡിങ് നടക്കുന്നുണ്ട്. അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നോൺ ലീനിയർ ആയിട്ടാണ് പടം പറഞ്ഞു പോകുന്നത്. അതൊക്കെ എനിക്ക് വർക്കായി. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ലാഗ് വരാൻ തുടങ്ങി. അതായത് പെട്ടെന്ന് പറഞ്ഞു പോകേണ്ട കാര്യങ്ങൾ ഡിലേ ചെയ്യിപ്പിക്കുകയും പിന്നെ ഒരു പോയിൻറ്റിന് ശേഷം ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നുണ്ട്. ആ ഒരു ഇൻസിഡൻറ്റ് കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് ആരാണ് ചെയ്തിട്ടുള്ളത്, ഇത് ആർക്ക് ഏറെയുള്ള ഒരു പണിയാണെന്ന്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റി. പക്ഷേ അത് പടത്തിൽ ആ ഒരു ടൈം കാണിക്കാതെ കുറച്ച് വലിച്ച് നീട്ടിയിട്ട് ലാസ്റ്റാണ് പടത്തിൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചില റിവീലിംഗ് ഉണ്ട്, ചില ട്വിസ്റ്റ് അവിടെയുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലും പ്രേക്ഷകനെന്ന നിലയിൽ എനിക്ക് അവിടെ ഒരു പ്രോപ്പർ തൃപ്തി ലഭിക്കുന്നില്ല. അതായത് അവിടെ ഇവിടെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫീല്, കംപ്ലീറ്റ് ആയ പോലെ തോന്നിയില്ല. അതായത് ഈ ഒരു പടത്തിൽ രണ്ട് പേരുടെ ഈഗോ കാരണം രണ്ട് പേർക്കും നഷ്ടങ്ങളേ ഉണ്ടായിട്ടുള്ളൂ, സന്തോഷം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ കൊണ്ടൊരു പൂർണ്ണ തൃപ്തി നൽകാത്തൊരു പടമായിട്ടാണ് എനിക്ക് കാന്ത അനുഭവപ്പെട്ടത്. പിന്നെ ഈ ഒരു പടത്തിന് പോരായ്മ ഉണ്ടെങ്കിലും ഈ പടത്തിലെ അഭിനേതാക്കൾ ദുൽഖർ ആയിക്കോട്ടെ, ഭാഗ്യശ്രീ ആയിക്കോട്ടെ, സമുദ്രക്കനി ആയിക്കോട്ടെ, ഈ പടത്തിൽ അഭിനയിച്ച ഒട്ടുമിക്ക ആൾക്കാരുടെ അഭിനയം ടോപ്പായിരുന്നു. നല്ല രീതിയിൽ ആ കാലഘട്ടത്തെ കാണിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലുള്ള അഭിനയ ശൈലിയെ നല്ല രീതിയിൽ മുന്നോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു പടത്തിൽ ദുൽഖറിൻ്റെയും ഭാഗ്യശ്രീയും തമ്മിലുള്ള കുറേ കോമ്പിനേഷൻ സീൻ ആ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ലെവലിൽ തന്നെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അത് നല്ല രീതിയിൽ കൺവിൻസിങ് ആയിരുന്നു. പക്ഷെ പടത്തിൻ്റെ കഥ വലിച്ചു നീട്ടിയതും പ്രോപ്പറായിട്ടുള്ള ഒരു എൻഡിങ് ഇല്ലാത്തതും കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു പടം പൂർണ്ണ തൃപ്തി നൽകാത്തത്. എനിക്ക് ഇതൊരു വൺ ടൈം വാച്ചബിളായിട്ട് അനുഭവപ്പെട്ടത്. പിന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ പറയുമ്പോൾ ഇമോഷണലി ഒക്കെ കണക്റ്റ് ആവുന്നുണ്ടെങ്കിലും പ്രോപ്പർ എൻഡിങ് ഇല്ലാത്തത് കൊണ്ടും അത്യാവശ്യം ലാഗൊക്കെ വന്നതുകൊണ്ടും ഒരു തൃപ്തി നൽകുന്നുണ്ടായിരുന്നില്ല എനിക്ക്. അതൊക്കെ കൊണ്ടാണ് ഇതൊരു വൺ ടൈം വാച്ചബിൾ മൂവിയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പടം കണ്ട ഒരാളാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തോ. So thanks for watching this video. See you guys in the next video.